ഞാൻ ഒന്ന് രണ്ട് ക്യാമ്പസ് ഡ്രൈവിനൊക്കെ പങ്കെടുത്തപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ IT ജോബിലൊക്കെ ഡ്രസ് കോഡ് ഉണ്ടോ, അതുപോലെ ഹെയർ ഒക്കെ കട്ട് ചെയ്യുക, ഷേവ് ചെയ്യുക, അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണോ ജോലിക്ക് വരേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാരണം അറിയാമല്ലോ, കുട്ടികൾ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് താല്പര്യം, ഇങ്ങനെയൊക്കെ റൂൾസ് ഉണ്ടോ എന്നാണ് അവർ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു ആൻസറാണ് ഈ വീഡിയോ. നമുക്ക് അങ്ങനെ ഒരു റൂളും ഇല്ല IT ഇങ്ങനെ എക്സിക്യൂട്ടീവ് ആയിട്ട് ഫോർമലി വരണം അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു റൂളും ഇല്ല. പിന്നെ അഗെയിൻ നിങ്ങൾ ജോലി കസ്റ്റമർ ഫീൽഡിലൊക്കെ ചെന്ന് കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് വൃത്തിയായിട്ട് മെനയായിട്ട് നടക്കുന്നതാണ് ബെറ്റർ. അല്ലാതെ നിങ്ങൾ ഒരു ഓഫീസിലിരുന്ന് എഞ്ചിനീയറിംഗിന്റെ ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റൂൾസും ഇല്ല. നിങ്ങൾക്ക് ഹെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളർത്താം, താടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് എത്രയും വളർത്താം, നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ഇടാം. ഇവൻ എനിക്കൊരു ഫോർമൽ ഡ്രസ്സും ഒരു ഫോർമൽ ഷർട്ടും ജീൻസും ഒന്നും, ഫോർമൽ ഷർട്ടും പാൻസും ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ഒരെണ്ണം പോലും വാങ്ങിയിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം മനസ്സിലാവല്ലോ. ഞാൻ ഈ പറയുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളുടെ കാര്യമാണ്. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണ്, സർവീസ് ബേസ്ഡ് കമ്പനി എന്താണെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ മിക്കവാറും അവിടുത്തെ HR നിങ്ങൾക്ക് പറയും അത്ര ഫ്രീ ആയിട്ട് വരാൻ പറ്റില്ല, ഒരു മിനിമം സെമി ഫോർമലെങ്കിലും മറന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അതേസമയം പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലും ഇങ്ങനത്തെ ഒരു റൂൾസും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലോട്ട് വരാം, പണി തീർന്നാൽ മതി. സർവീസ് ബേസ്ഡ് കമ്പനിയിൽ എങ്ങനെ ഉണ്ടാവും, ചില സർവീസ് ബേസ്ഡ് കമ്പനിയിലൊക്കെ ഇങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഡ്രസ് കോഡ് ഇല്ലാന്ന്. പക്ഷേ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലും ഇങ്ങനത്തെ ഡ്രസ് കോഡും ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഫ്രീ കാർഡ്. എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ജിമ്മിൽ പോയിട്ടും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെയാണ് ഡയറക്റ്റ് ആയിട്ട് ഓഫീസിലേക്ക് വന്ന് വർക്ക് ചെയ്യാനിരിക്കുന്നത്. സോ ആ ജിമ്മിലെ ഡ്രസ്സിലൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ ആരും ഒന്നും ചെക്ക് ചെയ്യില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സർവീസ് ബേസ്ഡ് കമ്പനിയിൽ ചില HRകൾ ഇങ്ങനെ ചെറിയ റൂൾസ് ഉണ്ടാക്കാറുണ്ട്. സർവീസ് ബേസ്ഡ് കമ്പനിയും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലുള്ള ഡിഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ IT റിലേറ്റഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയും എൻ്റെ എക്സ്പീരിയൻസും എല്ലാം ഞാൻ ഈ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Bye. Take care.